തന്റെ അഭ്യർത്ഥന മാനിച്ച് ഇറാൻ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയ വനിതകൾക്കെതിരായ വധശിക്ഷ ഒഴിവാക്കി ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ന് നടക്കാനിരുന്ന 8 വനിതാ പ്രക്ഷോഭകരുടെ വധശിക്ഷയാണ് റദ്ദാക്കിയത്. ഇറാൻ അമേരിക്ക രണ്ടാംഘട്ട സമാധാന ചർച്ച വെള്ളിയാഴ്ച നടക്കുമെന്നും സൂചനയുണ്ട്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെന്ന് കരുതുന്ന സ്ത്രീകളുടെ ശിക്ഷ ഇളവ് ചെയ്തതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ തടവിലായിരുന്ന 4 സ്ത്രീകളെ ഉടൻ വിട്ടയക്കുമെന്നും മറ്റ് 4 പേർക്ക് 1 മാസത്തെ തടവ് ശിക്ഷ വിധിക്കുമെന്നും തന്നെ ഇറാൻ അറിയിച്ചതായി ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് പറഞ്ഞത്. വധശിക്ഷ ഒഴിവാക്കിയതിനും അതുപോലെ ഇറാനോടും അവിടുത്തെ നേതാക്കളോടും താൻ നന്ദി പറയുന്നതായും ട്രംപ് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാൻ ജുഡീഷ്യറി. ഈ സ്ത്രീകൾക്കൊന്നും വധശിക്ഷ വിധിച്ചിട്ടില്ലെന്നും ഇവരിൽ ചിലരെ നേരത്തെ തന്നെ വിട്ടയച്ചിട്ടുണ്ടെന്നും ഇറാൻ വ്യക്തമാക്കി. അതേസമയം ജനുവരിയിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ 2 പേർക്ക് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിരുന്നതായും എന്നാൽ മറ്റ് 2 പേരെ മാർച്ചിൽ തന്നെ ജാമ്യത്തിൽ വിട്ടയച്ചതായും ഇറാനിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്ന മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്നലെ കടന്നുപോയ 2 കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തു. IRGC ഈ 2 കപ്പലുകളും ഇറാൻ തീരത്തേക്ക് മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഫെബ്രുവരിയിൽ അവസാനത്തോടെ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇറാൻ കപ്പലുകൾ പിടിച്ചെടുക്കുന്നത്. അതേസമയം തുടർ ചർച്ചകൾക്കായിട്ട് ഇറാൻ മുമ്പോട്ട് വയ്ക്കണമെന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരൻ ലെവിറ്റ് പറഞ്ഞു. വെടിനിർത്തൽ കരാർ നീട്ടണോ വേണ്ടായോ എന്നുള്ള കാര്യം സർവ്വസൈന്യാധിപൻ കൂടിയായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും തീരുമാനിക്കുന്നതെന്നും കാരൻ ലെവിറ്റ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.